സ്പെഷ്യൽ ഒരു വിഷ്വൽ ട്രീറ്റാണ് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ചേച്ചിമാർ അവതരിപ്പിക്കുന്നത്. ഒരു ദൃശ്യാവിഷ്കാരം നമ്മുടെ ബൈബിളിലെ വളരെ ഫേമസ് ആയിട്ടുള്ള എല്ലാവർക്കും അറിയുന്ന ഹൃദയത്തോട് ചേർത്ത് നിർത്താൻ നിൽക്കുന്ന കുറേ ധീരവനിതകൾ അവരുടെ ഒരു ദൃശ്യാവിഷ്കാരമാണ് നമുക്കായിട്ട് അവതരിപ്പിക്കുന്നത്. അവരുടെ ക്യാരക്ടേഴ്സിൻ്റെയൊക്കെ ലിസ്റ്റ് ഞാനിപ്പോൾ പറയാം. സാറയായിട്ട് നമുക്ക് മുന്നിൽ വരുന്നത് എൻജു എൽസൺ, മെറിയം ആയിട്ട് വരുന്നത് ജിൻസി ബെൻസ്ലി, ദെബോറ ആയിട്ട് നമുക്ക് മുന്നിൽ കടന്നു വരുന്നത് ഡിൻസി അരുൺ, റൂത്ത് ആൻഡ് നവോമി ആയിട്ട് നമുക്ക് മുന്നിൽ വരുന്നത് ലിയ ഡാർവി ആൻഡ് സൂസൻ ബിനി, ഹാന ആയിട്ട് വരുന്നത് അൻസു ഷിലാൻ, അബിഗേൽ ആയിട്ട് നമുക്ക് മുന്നിൽ വരുന്നത് ഡിൻസി തമ്പി, എസ്തേറായി നമ്മൾക്ക് മുന്നിൽ വരുന്നത് അഞ്ജലി മാത്യു, മദർ മേരി ആയിട്ട് നമുക്ക് മുന്നിൽ വരുന്നത് എലിസബത്ത് ആയിട്ട് നമുക്ക് മുന്നിൽ കടന്നു വരുന്നത് ഡീന പൗലോസ് അമ്മായി, ഹാന പ്രവാചകിയായിട്ട് കടന്നു വരുന്നത് റിയ എലം, മാർത്ത ആൻഡ് മറിയം ആയിട്ട് നമ്മൾക്ക് മുന്നിൽ അവതരിക്കുന്നത് അത്തീന ആൻഡ് എസ്ര, ശമരിയക്കാരി സ്ത്രീ ആയിട്ട് നമ്മൾക്ക് മുന്നിൽ കടന്നു വരുന്നു ലിൻഡ ജിതിൻ, ആൻഡ് മഗ്ദലൻ മറിയം ആയിട്ട് നമ്മൾക്ക് മുന്നിൽ വരുന്നത് സുനിത റോഷൻ. നല്ലൊരു കൈയ്യടി കൂടി നമുക്ക് എല്ലാവർക്കും അവരെ സ്വാഗതം ചെയ്യാം. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് മനസ്സിലാക്കിയ ദൈവം അവന് തക്കതായ ഒരു തുണിയെ ഉണ്ടാക്കുവാൻ തീരുമാനിച്ചു. ദൈവം മനുഷ്യന് ഒരു കാടനിദ്ര വരുത്തി. അവൻ ഉറങ്ങിയപ്പോൾ അവന്റെ വാരിയല്ലുകളിൽ നിന്ന് അവനെടുത്ത് അതിനു പകരം അവിടെ മാംസം പിടിപ്പിച്ച് ഒരു സ്ത്രീയെ ഉണ്ടാക്കി മനുഷ്യന് കൊടുത്തു. സ്ത്രീകൾ സമൂഹത്തിലും കുടുംബത്തിലും വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് ധാരാളം സ്ത്രീകളെ പരിചയപ്പെടുവാനായിട്ട് കഴിയും. അവരുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിന്ന് നമുക്ക് ധാരാളം പഠിക്കുവാനുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ കഴിയുന്ന മാതൃകകളാണ് അവരിൽ പലരും. നമുക്ക് മാതൃകയാകുന്ന വേദപുസ്തകത്തിലെ ചില സ്ത്രീ കഥാപാത്രങ്ങളെ ഞങ്ങളിവിടെ അവതരിപ്പിക്കുകയാണ്. വേദപുസ്തകത്തിലെ സ്ത്രീരത്നങ്ങൾ. ആദ്യമായി സാറ, വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിന്റെ ഭാര്യയായ സാറ വാഗ്ദത്തം ചെയ്ത വിശ്വസ്തനെന്ന് എണ്ണുകയാണ്. പ്രായം തികഞ്ഞിട്ടും ഒരു പുത്രന് ജന്മം കൊടുക്കുവാൻ ഭാഗ്യം ലഭിച്ച ജാതികളുടെ മാതാവ് എന്നറിയപ്പെടുന്ന സ്ത്രീരത്നം സാറ. അടുത്തതായി മറിയം, ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്നും കാനാനിലേക്ക് നയിച്ചുകൊണ്ട് സഹോദരന്മാരായ മോശയോടും അഹ്റോനോടും ഒപ്പം നിന്ന ധീരവനിത. ഇസ്രായേൽ മക്കൾ ചെങ്കടലിന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടി അക്കരയ്ക്ക് കടന്നപ്പോൾ മറിയം തപ്പെടുത്തു. സ്ത്രീകളെല്ലാവരും തപ്പുകളോടും കിന്നരത്തോടും അവളോട് പിന്നാലെ ചെന്നു. അടുത്തതായി ദെബോര, ഇസ്രായേലിനെ ന്യായപാലനം ചെയ്ത ബൈബിളിലെ പ്രവാചകിയായ ഏക ന്യായാധിപ ദെബോറ. ആത്മത്യാഗത്തിന്റെയും ധൈര്യത്തിന്റെയും നല്ല മാതൃക. കനാന്യർക്കെതിരെയുള്ള യുദ്ധത്തിൽ തന്റെ കൂടെ വരണമെന്ന് ബാലാക്ക് അഭ്യർത്ഥിച്ചപ്പോൾ പിന്മാറാതെ ഇസ്രായേലിന്റെ രക്ഷയ്ക്കായി ധൈര്യപൂർവം ബാലാക്കിനോടും സൈന്യത്തോടും ഒപ്പമും അവൾ പുറപ്പെട്ടു. അവർ നേടിയ ഉജ്ജ്വല വിജയത്തെ തുടർന്ന് ദെബോര പാടിയ സ്തോത്രഗീതം ബൈബിളിലെ ഏറ്റവും പുരാതനമായ കീർത്തനങ്ങളിൽ ഒന്നായി കരുതപ്പെടുന്നു.
അടുത്തതായി രൂത്തും നവോമിയും. യഹോവയോടും അമ്മാര്യമ്മയായ നവോമിയോടുമുള്ള ഇഷ്ടം കാരണം തന്റെ നാടിനെയും വീടിനെയും വീട്ടുകാരെയും വിട്ട് യഹൂദ ദേശത്തെത്തിയ മോവാബ്യ സ്ത്രീയായ രൂത്ത് തന്റെ ദൈവഭക്തിയും കഠിനാധ്വാനവും കൊണ്ട് യേശുവിന്റെ വംശാവലിയിൽ തന്നെ ഇടം പിടിച്ച് മഹിളാരങ്ങി. തന്റെ ഭർത്താവ് മരിച്ചപ്പോഴും അമ്മായിയമ്മയായ നവോമിയോട് രൂത്ത് പറ്റി നിന്നു. നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം. നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടും എന്ന ഉറച്ച നിലപാട് സ്വീകരിച്ച രൂത്ത് മരുമക്കൾക്ക് ഒരു മാതൃകയാണ്. അടുത്തതായി ഹന്ന. ഇസ്രായേൽ ജനത്തിന്റെ ന്യായാധിപന്മാരിൽ ഏറ്റവും ഒടുവിലത്തെ ന്യായാധിപനായിരുന്ന ശമൂവേൽ പ്രവാചകന്റെ അമ്മയായ ഹന്ന. ഹന്നയുടെ മടുത്തു പോകാത്ത പ്രാർത്ഥനയും ത്യാഗമനോഭാവവും സമർപ്പണവും ദൈവത്തോടുള്ള ഭക്തിയും വിശ്വാസവും നാം മാതൃകയാക്കേണ്ടതാണ്. അടുത്തതായി അബീഗയിൽ. കർമ്മേലിലെ മഹാധനികനായ നാമാലിന്റെ ഭാര്യ ദുഷ്ടനും അവിവേകിയുമായ തന്റെ ഭർത്താവിന്റെ പ്രവൃത്തിയാൽ വന്നു ഭവിക്കുന്ന ദുരന്തത്തെ സ്വന്തം വിലയം കൊണ്ടും സന്ദർഭോചിതമായ ഇടപെടലുകൾ കൊണ്ടും അനുഗ്രഹമായി മാറ്റിയ ധീരവനിത. അടുത്തത് എസ്തേർ. അഹശ്വേരോഷ് രാജാവിന്റെ ഭാര്യ എസ്തേർ തന്റെ രാജ്ഞിപദത്തിലും കൊട്ടാരത്തിലെ സുഖലോൽപതയിലും മതിമറന്ന് ആഹ്ലാദിക്കാതിരുന്ന എസ്തേർ തന്റെ ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടായിരുന്നിട്ടും സ്വന്തം ജനത്തിന്റെ വിടുതലിനു വേണ്ടി രാജസന്നിധിയിൽ സധൈര്യം നിലകൊണ്ട പ്രൗഢയും കുലീനയുമായ ഉത്തമ സ്ത്രീ വിശുദ്ധ കന്യക മറിയം. ഭക്തരായ യൂയാക്കീമിന്റെയും ഹന്നായുടെയും മകളായ മറിയം ചെറുപ്പം മുതലേ വൈദികരുടെ ശിക്ഷണത്തിൽ ദേവാലയത്തിൽ വളർന്നു. നീതിമാനായ യൗസേപ്പുമായി വിവാഹം നിശ്ചയം ചെയ്യപ്പെട്ട മറിയാമ്മ ദൈവകൽപ്പനയാൽ ഗബ്രിയേൽ മാലാഖ പ്രത്യക്ഷപ്പെട്ട് കൃപ നിറഞ്ഞവളെ സമാധാനം, കർത്താവ് നിന്നോടുകൂടി, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേരിടണമെന്ന് അരുളി ചെയ്തു. ഇതാ കർത്താവിന്റെ ദാസി, അവിടുത്തെ ഹിതം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് തന്നെ എളിമപ്പെടുത്തിയ വിശുദ്ധന്മാരിൽ ഒന്നാമതായ വിശുദ്ധ കന്യക മറിയം. എലിസബത്ത്. സഖറിയ പുരോഹിതന്റെ ഭാര്യയും സ്നാപക യോഹന്നാന്റെ അമ്മയുമായ എലിസബത്ത് പരിശുദ്ധ ദേവമാതാവിനെ ആദ്യമായി സാക്ഷ്യപ്പെടുത്തിയ ഭാഗ്യവതി. എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുക്കൽ വരുവാൻ എനിക്ക് എന്തു മേന്മ എന്ന് സ്വയം താഴ്മപ്പെടുത്തിയ വിശുദ്ധയായ എലിസബത്ത്. ഹന്ന പ്രവാചകി. അശേർ ഗോത്രത്തിലെ ഹനുവേലിന്റെ മകളായ ഹന്ന പ്രവാചകി വളരെ വയസ്സ് ചെന്നിട്ടും ദേവാലയം വിട്ടുപിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആരാധന കഴിച്ചു പോന്നു. അതുകൊണ്ട് യെരൂശലേമിലെ വീണ്ടെടുപ്പിനെ കാത്തിരുന്ന എല്ലാവരോടും യേശുവിനെ കുറിച്ചും പ്രസ്താവിക്കാൻ ഹന്ന പ്രവാചകയ്ക്ക് കഴിഞ്ഞു. മാർത്തയും മറിയയും. യേശു സ്നേഹിച്ച ലാസറിന്റെ സഹോദരിമാരായ മാർത്തയും മറിയയും.
യേശുവിന്റെ പാദപീഠത്തിലിരുന്ന് എപ്പോഴും യേശുവിന്റെ മൊഴികൾക്ക് കാതോർത്ത് നല്ല അംശം തിരഞ്ഞെടുത്ത മറിയം പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയുമായ വാർത്തയ്ക്ക് യേശുവിന്റെ സന്ദർശനം ആശ്വാസം തരുന്നതായിരുന്നു. മാർത്തയുടെ അതിഥി സൽക്കാരം ഏതൊരു സ്ത്രീക്കും മാതൃകയാക്കാവുന്നതാണ്. അടുത്തതായി ശമരിയക്കാരിയ സ്ത്രീ. യേശുവിനെ മശിഹ എന്ന് തിരിച്ചറിഞ്ഞ ശമരിയക്കാരി സ്ത്രീ അറിഞ്ഞ സത്യം മറച്ചുവെക്കാൻ വെള്ളം കോരാൻ വന്ന കാര്യം അതുപോലും മറന്ന് കുടം അവിടെ വെച്ചിട്ട് പട്ടണത്തിലേക്ക് ഓടിച്ചെന്ന് ആ സത്വർത്തമാനം എല്ലാവരെയും അറിയിക്കുന്നു. അവളുടെ വാക്കു കേട്ട് ജനം പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട് യേശുവിനെ കാണാൻ മഗ്ദലനക്കാരി മറിയം. യേശുവിന്റെ ശുശ്രൂഷയുടെ അവസാനം വരെ യേശുവിനെ അനുഗമിച്ച മഗ്ദലനക്കാരി മറിയം മരണസമയത്തും യേശുവിനോടൊപ്പം അവൾ ഉണ്ടായിരുന്നു. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ ആദ്യം കാണുവാൻ ഭാഗ്യം ലഭിച്ചത് യേശു ഉയർത്തെഴുന്നേറ്റെന്ന സത്വർത്തമാനം തന്റെ ശിഷ്യന്മാരെ അറിയിക്കുവാൻ യേശു ചുമതലപ്പെടുത്തിയത്. പ്രിയമുള്ളവരെ, ക്രിസ്തീയ ജീവിതത്തിൽ സഹോദരിമാർ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് വിശുദ്ധ പൗലോസ് തീത്തോസിന് എഴുതിയ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർ ഭർത്തൃപ്രിയരും പുത്രപ്രിയരും സുബോധം പാതിവൃത്യമുള്ളവരും വീട്ടുകാര്യവും നോക്കുന്നവരും ദയുള്ളവരും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരും നന്മ ഉപദേശിക്കുന്നവരുമായിരുന്നു. സദൃശവാക്യങ്ങൾ 4:2 പറയുന്നത് സാമർഥ്യമുള്ള സ്ത്രീ ഭർത്താവിന് ഒരു കിരീടമാണ്. പ്രിയ സഹോദരിമാരെ, ഈ കാലഘട്ടത്തിലും നല്ലപോലെ പ്രാർത്ഥന ജീവിതം നയിച്ച് കർത്താവിൽ നിന്നും നല്ല സാക്ഷ്യം ലഭിച്ചവരായി തീർന്ന് ചരിത്ര പുസ്തക താളുകളിൽ നമ്മുടെ പേരുകളും രേഖപ്പെടുത്തേണ്ടതിന് ദൈവകരങ്ങളിൽ നമ്മെ താഴ്ത്തി സമർപ്പിക്കാം. സഹകരിച്ച എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഈ അവതരണം ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. Thank you so much. We have few minutes to take a group picture.